മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. हर वर्ग की आकांक्षाओं को पूरा करने मंत्री श्री नरेंद्र दामोदर दास मोदी मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं निर्वहन करूंगा। संघ के प्रधानमंत्री के रूप में मैं अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से प्रति निर्वहन करूंगा। संविधान तथा और मैं अनुसार भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान की शपथ और विधि के अनुसार जो विषय न्याय करूंगा। संघ के प्रधानमंत्री के रूप मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि किसी व्यक्ति जो विषय या संघ के प्रधानमंत्री के रूप രണ്ടാമനായി രാജ്നാഥ് സിംഗും മൂന്നാമത് അമിത് ഷായും സത്യപ്രതിജ്ഞ ചെയ്തു. ഘടകകക്ഷികളിൽ നിന്ന് 11 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിപദത്തിലെത്തി. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. Congratulations. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, George Kurian, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State.
വിദേശ രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷികളായി. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. വിവരങ്ങളുമായി ശരത് കെ ശശിയും ഒപ്പം നോബൽ മാരിക്കാരനും ചേരുന്നുണ്ട്. ആദ്യം ശരത് കെ ശശിയിലേക്ക്. ശരത്ത്, അങ്ങനെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി 72 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നു. എന്തായിരുന്നു ഇന്നത്തെ പൂർണ്ണമായും ചടങ്ങിന്റെ ചിത്രം? മേം നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന സത്യവാചകം രാഷ്ട്രപതി ഭവനിൽ മൂന്നാം തവണയും മുഴങ്ങിക്കേട്ടിരിക്കുന്നു. വലിയ ഹർഷാരവങ്ങളോടെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയെ ഇന്ന് ആ ചടങ്ങിലെത്തിയ മുഴുവൻ ആളുകളും സ്വീകരിച്ചത്. അങ്ങനെ NDA സർക്കാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്നു. മൂന്നാം NDA സർക്കാർ ഇപ്പോൾ 292 അംഗങ്ങളുടെ പിന്തുണയോടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഒന്നാമതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ വേണ്ടി ക്ഷണിച്ചത് മുതൽ വലിയ ഹർഷാരവങ്ങളായിരുന്നു ആ രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിൽ നമുക്ക് കേൾക്കാനായത്. മോദി മോദി എന്ന മുദ്രാവാക്യം വിളി എങ്ങും ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി സത്യവാചകം ചൊല്ലിയത് ദൈവനാമത്തിലായിരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ ആ ഓർഡറിൽ സത്യപ്രതിജ്ഞ ചെയ്തു പോയി. രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്. മൂന്നാമത് അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തു. നാലാമത് നിതിൻ ഗഡ്കരി, അഞ്ചാമത് JP നദ്ദ എന്നീ ഓർഡറിലായിരുന്നു സത്യപ്രതിജ്ഞ. ആറാമതായി ശിവരാജ് സിംഗ് ചൗഹാൻ സത്യപ്രതിജ്ഞ ചെയ്തു. നരേന്ദ്രമോദിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കയ്യടി ലഭിച്ചിട്ടുണ്ടാവുക ഈ സത്യപ്രതിജ്ഞയിൽ ഒരുപക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരിക്കും എന്ന് കരുതേണ്ടി വരും. നിർമ്മല സീതാരാമൻ, അതുപോലെ S ജയശങ്കർ അടക്കമുള്ള കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രമുഖരായ എല്ലാ അംഗങ്ങളും ക്യാബിനറ്റ് മന്ത്രിമാരായി തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. 72 മന്ത്രിമാരാണ്, പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. ഈ 72 അംഗ മന്ത്രിസഭയിൽ 36 അംഗങ്ങളും സഹമന്ത്രിമാരാണ്. 5 സഹമന്ത്രിമാർക്ക് സ്വതന്ത്ര ചുമതലയാണ്. അതുകൂടാതെ 30 ക്യാബിനറ്റ് അംഗങ്ങളും, ഇങ്ങനെ 71 മന്ത്രിമാർ കൂടാതെ പ്രധാനമന്ത്രിയും. ആ രീതിയിൽ 72 അംഗ ക്യാബിനറ്റാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. 30 ക്യാബിനറ്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 5 ഘടക കക്ഷികൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്നതിന് BJP തയ്യാറായി എന്നത് കാണാനാകും. HD കുമാരസ്വാമി, അതുപോലെ തന്നെ ജിതൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ, അതുപോലെ തന്നെ TDP, JDU എന്നീ പാർട്ടികൾക്ക് ഓരോ ക്യാബിനറ്റ് പദവികൾ വീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ക്യാബിനറ്റ് പദവികൾ വീതം വെക്കുകയും ചെയ്തിരിക്കുന്നത്. സഹമന്ത്രിമാരായി സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായി 5 പേർ, അതോടൊപ്പം തന്നെ 36 പേരാണ് ഇപ്പോൾ ഈ ഒരു സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇതിൽ 72 പേരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ പരിചയസമ്പത്തുള്ള വലിയ ഒരു മന്ത്രിമാരുടെ നീണ്ട ഒരു നിര തന്നെ നമുക്ക് കാണാനാകും. ഈ 72-ൽ 43 മന്ത്രിമാരും 3 അതിലേറെ തവണയോ പാർലമെന്റ് അംഗങ്ങളായവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയസമ്പത്ത് ഈ ക്യാബിനറ്റിന് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കും. 11 പേർക്കാണ് ഇത്തവണ, 11 ഘടക കക്ഷികൾക്കാണ് മന്ത്രിസഭയിൽ BJP ഇടം നൽകിയിരിക്കുന്നത്. BJPക്ക് അതേസമയം തന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഉൾപ്പെടെ 61 മന്ത്രിമാരും ഉണ്ടാകും. ആ രീതിയിൽ ഘടക കക്ഷികൾക്ക് സീറ്റുകൾ, മന്ത്രിസ്ഥാനങ്ങൾ വീതം വെച്ച് നൽകാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ജാതി സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിസഭയിലെ 27 മന്ത്രിമാർ OBC വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. 10 പേർ SC വിഭാഗത്തിൽ നിന്ന്, 5 പേർ ST വിഭാഗത്തിൽ നിന്ന്, 5 പേർ ക്രിസ്ത്യൻ, അതുപോലെ തന്നെ സിഖ് മതവിഭാഗങ്ങളിൽ പെട്ടവർ ആണ് എന്നത് കാണാൻ കഴിയും. 18 മന്ത്രിമാർ, ഈ 72-ൽ 18 പേരും സീനിയർ മോസ്റ്റ് മന്ത്രിമാരാണ്. കഴിഞ്ഞ സർക്കാരുകളിലൊക്കെ തന്നെ ക്യാബിനറ്റ് പദവി വഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ 18 പേരും. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും വലിയ പ്രവർത്തന പരിചയമുള്ള ആളുകളാണ് ഇതിൽ 34 മന്ത്രിമാർ എന്നതും ഈ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ വളരെ പരിചയസമ്പത്ത് ഈ മന്ത്രിസഭയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കും. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ ഈ ക്യാബിനറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി BJPക്ക് അതുപോലെ തന്നെ NDAക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു പരിഗണന എല്ലാ സംസ്ഥാനങ്ങൾക്കും പരമാവധി നൽകുന്നതിന് BJP ശ്രമിച്ചു എന്നുള്ളത് കാണാനാകും. ഇതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ കാര്യം, BJP ഇത്തവണ മന്ത്രിസഭയിൽ കൂടുതൽ ഇടം നൽകിയത് ദക്ഷിണേന്ത്യക്കാണ് എന്നതുകൂടിയാണ്. 13 മന്ത്രിമാരാണ് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ കർണാടകയിൽ നിന്ന് തന്നെയാണ്. കർണാടകയിൽ നിന്ന് 5 മന്ത്രിമാരാണ്
ഉള്ളത്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് 3 മന്ത്രിമാരുണ്ട്. തെലങ്കാന, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 2, തമിഴ്നാട്ടിൽ നിന്നും 1. അങ്ങനെ 13 പേരാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം ഇടം പിടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഓരോ സർക്കാരുകൾ കഴിയുമ്പോഴും NDA അവരുടെ മന്ത്രി സ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച. 2014 46 മന്ത്രിമാരായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് 2019 ആകുമ്പോഴേക്ക് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 58ആയി വർദ്ധിച്ചു. ഇപ്പോൾ ആ സംഖ്യയും വർദ്ധിച്ച് 72 എത്തിയിരിക്കുന്നു. പരമാവധി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് 81 പേരെയാണ്. അതായത് അത്രയും ഒരു ആളുകളെ ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് കൂടുതൽ ഘടകകക്ഷികൾക്ക് ഈ മന്ത്രിസഭയിൽ ഇടം നൽകി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മന്ത്രിസഭയിൽ 11 ഘടകകക്ഷി മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് കൂടുതൽ വകുപ്പുകൾ വിട്ടു നൽകുന്നതിലെ വിമുഖത കൂടിയാണ് ഈ രീതിയിൽ വലിയ ഒരു സംഖ്യയിലേക്ക് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്നത് ഈ വകുപ്പുകൾ സംബന്ധിച്ചാണ്. ഓരോ മന്ത്രിമാർക്കും എത്രത്തോളം വകുപ്പുകൾ ലഭിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ 58 ആയിരുന്ന മന്ത്രിമാരുടെ എണ്ണം ഇപ്പോൾ 72 ആകുമ്പോൾ ഓരോ മന്ത്രിമാരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട്. 2 മന്ത്രിമാർ സുരേഷ് ഗോപി അതുപോലെ തന്നെ ജോർജ് കുര്യൻ